ഒരു നൂറ്റാണ്ടിന്റെ ജനകീയ രാഷ്ട്രീയ മുഖം വി.എസ്. അച്യുതാനന്ദൻ മണ്ണോട് ചേർന്നെങ്കിലും വലിയ ചുടുകാട്ടിൽ ഇപ്പോഴും പ്രിയപ്പെട്ടവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ വി.എസിന്റെ മകൻ അരുൺകുമാറും കുടുംബവും വലിയ ചുടുകാട്ടിലെത്തി. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, ഇന്നലെ ജനനിബിഡമായിരുന്നു വലിയ ചുടുകാട്. പക്ഷേ ഇന്ന് രാവിലെയും ഒരുപാട് ആളുകളൊക്കെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളല്ലാത്തവർ പോലും ഇന്ന് രാവിലെയൊക്കെ അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച കൂടെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? ജിൽസി, വി.എസ്. അച്യുതാനന്ദൻ എന്ന കേരളത്തിലെ ജനകീയ രാഷ്ട്രീയ മുഖം മണ്ണോട് ചേർന്നെങ്കിലും അദ്ദേഹത്തിന്റെ അന്ത്യനിദ്രാ സ്ഥലത്തേക്ക് ആളുകൾ ഇടയ്ക്കിടയ്ക്ക് എത്തുന്നു എന്ന കാഴ്ച നമുക്കിവിടെ ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. രാവിലെയും അത് കാണുന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ രാത്രി വളരെ വൈകി ചിത കത്തി തീരുമ്പോഴും ആ പെരുമഴയത്ത് കൂട്ടമായി നിന്ന ആളുകൾ മുദ്രാവാക്യ വിളികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. രാത്രി വൈകുവോളം അവരത് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ന് അവർക്ക് ആളുകൾ എത്തുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആളുകൾ എത്തുന്നുണ്ട്. രാവിലെ തന്നെ വി.എസിന്റെ മകൻ അരുൺകുമാറും കുടുംബവും അച്ഛന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ജോസഫ് സി മാത്യുവിനെ പോലെയുള്ള അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച ആളുകൾ എത്തി. അങ്ങനെ ഈ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് വരുന്നുണ്ട്. വലിയൊരു ജനക്കൂട്ടമില്ലെങ്കിൽ പോലും ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ആളുകൾ വരുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വലിയ ചുടുകാട് എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ പല ആളുകളുടെയും അന്ത്യവിശ്രമ സ്ഥലമാണ്. ടി.വി. തോമസ്, കെ.ആർ. ഗൗരിയമ്മ, അതോടൊപ്പം തന്നെ പി.കെ. ചന്ദ്രപ്പൻ, പി.കെ. ചന്ദ്രാനന്ദൻ അടക്കമുള്ള നിരവധി, പ്രത്യേകിച്ച് പുന്നപ്ര വയലാർ സമര സേനാനികളുടെ അവരന്തി ഉറങ്ങുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായ അടുപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികൾക്കും പ്രവർത്തകർക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ആളുകൾ വരുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ജിൽസി. ശരി, ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത് വലിയ ചുടുകാട്ടിൽ നിന്ന്.